മൈഗ്രെയിൻ, സൈനസൈറ്റിസ്, കോവിഡ് മൂലമുള്ള തലവേദന, മറ്റേതെങ്കിലും തരത്തിലുള്ള എത്ര പഴകിയ തലവേദനയാണെങ്കിലും വളരെ എളുപ്പത്തിൽ മാറ്റിക്കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന, അതുപോലെ തന്നെ ചെവിയിലെ മൂളൽ, മുടികൊഴിച്ചിൽ ഇവയൊക്കെ പെട്ടെന്ന് അകറ്റാനും ഹെൽപ്പ് ചെയ്യുന്ന, നമ്മുടെ മുറ്റത്തും പറമ്പിലും ഒക്കെ ധാരാളമായി കാണുന്ന തുമ്പച്ചെടിയുടെ ഉപയോഗരീതിയെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വെൽക്കം ടു yet another episode of my channel and you're watching Shrutis Vlog Tube. നമ്മുടെ പരിസരങ്ങളിലൊക്കെ സർവ്വസാധാരണമായി കാണുന്ന ഒന്നാണ് തുമ്പച്ചെടി. ഓണക്കാലത്താണ് ഇത് കൂടുതലായി കാണുന്നത്. ഒരു വർഷം മാത്രം ആയുസ്സുള്ള ഒന്നാണ് ഈ ചെടി. പിന്നീട് ഇതിന്റെ വിത്തുകൾ വീണ് മുളച്ചാണ് പുതിയ ചെടി ഉണ്ടാകുന്നത്. തൂവെള്ള നിറത്തിലുള്ള പൂക്കളാണ് ഇതിനുള്ളത്. ദ്രോണപുഷ്പി എന്നാണ് ഇതിന്റെ സംസ്കൃത നാമം. ഇത് നട്ടു വളർത്താൻ വളരെ എളുപ്പമാണ്. ഉണങ്ങിയ തുമ്പക്കുടങ്ങൾ കൈകൊണ്ടൊന്ന് ഞരടി നടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഇട്ടുകൊടുക്കുക. സൂര്യപ്രകാശം നേരിട്ട് കിട്ടുന്ന പ്രദേശത്ത് വേണം നടാനായിട്ട്. ഇനി തുമ്പയുടെ ഗുണങ്ങൾ പറയാം. ഇതിന്റെ ഇലയും പൂവും വേരും ഔഷധയോഗ്യമാണ്. തുമ്പയിൽ അടങ്ങിയിരിക്കുന്ന ഗ്ലൂക്കോസൈഡ് എന്ന പദാർത്ഥം പല രോഗങ്ങളുടെ ശമനത്തിനും വളരെ നല്ലതാണ്. അപ്പോൾ തുമ്പച്ചെടി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നതിന് മുൻപ്, ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ആക്കി വയ്ക്കുക. എന്നാലാണ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. മൈഗ്രെയിൻ, സൈനസൈറ്റിസ്, കോവിഡ് മൂലമുള്ള തലവേദന, മറ്റേത് തരത്തിലുള്ള തലവേദനയാണെങ്കിലും അതെത്ര പഴകിയതാണെങ്കിലും തുമ്പച്ചെടി ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ സാധിക്കും. അതിനായിട്ട് നമുക്ക് തുമ്പയുടെ ഇലയും പൂവുമാണ് ആവശ്യം. അപ്പോൾ ഇതിനായിട്ട് തുമ്പച്ചെടിയുടെ ഇലയും പൂവും നുള്ളിയെടുക്കുക. നമ്മൾ നുള്ളിയെടുത്ത ഇലയും പൂവും നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുക്കുക. എന്നിട്ടൊരു കല്ലിൽ വെച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഏത് രീതിയിലാണെങ്കിലും ഇതൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പിടി തുമ്പയുടെ ഇലയും പൂവാണ്. ഇത് നിങ്ങൾ കല്ലിൽ വെച്ചാണ് ചതയ്ക്കുന്നതെങ്കിൽ ഓരോ സെക്ഷനായിട്ട് കുറച്ചെടുത്ത് ചതച്ചെടുക്കുക. ഇനി മിക്സിയിലാണ് ക്രഷ് ചെയ്തെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ചിട്ട് ക്രഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ചതച്ചെടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും വെള്ളം ഒഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പം നമ്മളെടുത്ത ഒരു പിടി തുമ്പയിലയും പൂവും നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തുമ്പയിൽ നിന്ന് നീരാണ് എടുക്കേണ്ടത്. അതിനായിട്ട് നമ്മളിപ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന ഈ തുമ്പ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞെടുത്ത ഈ നീര് നെറ്റിയിൽ നന്നായിട്ട് പുരട്ടി കൊടുക്കുക. ഇങ്ങനെ പുരട്ടി കൊടുക്കുന്നത് തലവേദന വളരെ വേഗത്തിൽ മാറിക്കിട്ടാനായിട്ട് വളരെ ഉപകാരപ്രദമാണ്. മറ്റു പല അസുഖങ്ങൾക്കും നമ്മളിപ്പോൾ ഇങ്ങനെ പിഴിഞ്ഞെടുത്ത തുമ്പയിലെ നീര് വളരെ യൂസ്ഫുള്ളാണ്. അതെന്താണെന്നും കൂടെ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. കണ്ണിലുണ്ടാകുന്ന വേദന, ചതവ്, അതുപോലെ കണ്ണിലെ നീരൊക്കെ പെട്ടെന്ന് വറ്റിപ്പോവാനായിട്ട് തുമ്പനീര് വളരെ ഹെൽപ്ഫുള്ളാണ്. തുമ്പനീര് കണ്ണിൻ്റെ മുകളിലായിട്ടും കണ്ണിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് പുരട്ടി കൊടുക്കുക. കണ്ണിൻ്റെ ഉള്ളിലായിട്ട് ഈ നീര് പോവാതിരിക്കാനും ശ്രദ്ധിക്കുക. അതുപോലെ വിഷജന്തുക്കളായ കടന്നൽ, പഴുതാരയൊക്കെ കുത്തിയാൽ വേദനയും നീരും വരാതിരിക്കാൻ ആ ഭാഗത്ത് തുമ്പനീര് പുരട്ടി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ശരീരത്തിലുണ്ടാകുന്ന ചുണങ്ങ്, വ്രണങ്ങൾ ഇവയൊക്കെ പെട്ടെന്ന് മാറിപ്പോവാനും തുമ്പയില നീര് പുരട്ടി കൊടുക്കുന്നത് വളരെ ഫലപ്രദമാണ്. ഇനി എത്ര ഹെവി ആയിട്ട് വരുന്ന പഴകിയ തലവേദനയാണെങ്കിലും അതേത് തരത്തിലുള്ള തലവേദനയാണെങ്കിലും ചെവിയിലെ മൂളലും ഒക്കെ നമുക്ക് തുമ്പ കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും. അത് വേറൊരു മെത്തേഡാണ്. തുമ്പ കൊണ്ട് നമ്മളൊരു എണ്ണ കാച്ചിയാണ് ഉപയോഗിക്കുന്നത്. ഈ എണ്ണ നിങ്ങൾ ദിവസവും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അതായത് തലവേദനയുള്ളവർ ദിവസവും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തലവേദന വളരെ പെട്ടെന്ന് പൂർണ്ണമായി തന്നെ മാറിപ്പോകുന്നതാണ്. അപ്പോൾ ഈ ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇതിനായിട്ടും നമ്മൾ തുമ്പയുടെ ഇലയും പൂവും തന്നെയാണ് എടുക്കുന്നത്. ഒരു പിടി തുമ്പയുടെ ഇലയും പൂവും കൂടെ ചതച്ചെടുക്കുക. ഇനി നമുക്ക് ആവശ്യം 4-5 പനിക്കൂർക്കയുടെ ഇലയാണ്. ഈ ഇലയും നമുക്ക് നന്നായിട്ട് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ഈ ഓയിൽ തലവേദനയും ചെവിയിലെ മൂളലും മാറാൻ വേണ്ടി മാത്രമല്ല, നന്നായിട്ട് മുടി വളരാനും മുടി കൊഴിച്ചിൽ നിൽക്കാനും ഒക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ പനിക്കൂർക്കയിലേയും നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എണ്ണ ഉണ്ടാക്കാനായിട്ട് ഞാൻ നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നിങ്ങളെപ്പോഴും എണ്ണ കാച്ചുമ്പോൾ നല്ല ചുവട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 100 ml വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല ആട്ടിയ വെളിച്ചെണ്ണയാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം.
ഇതായപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച തുമ്പയും പനിക്കൂർക്കയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒരു തവി കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് എണ്ണ കറക്റ്റ് പാകമാക്കിയെടുക്കാം. ഇപ്പോൾ ഈ എണ്ണയുടെ മുകളിലായിട്ട് നിങ്ങൾക്ക് ബബിൾസ് കാണാൻ പറ്റും, കുമിളകൾ കാണാൻ പറ്റും. ഈ കുമിളകളൊക്കെ നന്നായിട്ട് അടങ്ങി വരുമ്പോഴാണ് നമ്മുടെ എണ്ണ കറക്റ്റ് പാകമായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ എണ്ണ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെക്കുക, തീരുന്നതനുസരിച്ച് വീണ്ടും ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഒരുമിച്ച് ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഈ എണ്ണയുടെ മുകളിലുള്ള ബബിൾസൊക്കെ ഒന്ന് സെറ്റിലായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഇതായപ്പോൾ നമ്മുടെ എണ്ണയുടെ മുകളിലുള്ള കുമിളകളൊക്കെ ഒന്ന് സെറ്റിലായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് 5-6 കുരുമുളകും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കുരുമുളക് പൊട്ടി മുകളിലേക്ക് വരുമ്പോൾ നമ്മുടെ എണ്ണ കറക്റ്റ് പാകമായിട്ടുണ്ടാവും. അപ്പോൾ ഈ എണ്ണയിൽ നമ്മൾ കുരുമുളകും പനിക്കൂർക്കയിലേക്ക് ഇടുന്നതുകൊണ്ട് തന്നെ നീർവീഴ്ചയുള്ളവർക്കും ധൈര്യമായിട്ട് ഈ ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. തലയിൽ എണ്ണയിട്ടാൽ നീർവീഴ്ച വരുന്നവർക്ക് ഒരു ബെസ്റ്റ് ചോയ്സാണ് ഈ എണ്ണ. പിന്നെ എണ്ണയിട്ടാൽ നീരിറക്കം വരുന്നവർക്ക് നന്നായിട്ട് മുടി വളരാനും അതുപോലെ താരൻ പോകാനൊക്കെ ആയിട്ട് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു എണ്ണ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ അവസാനിക്കുമ്പോൾ സജഷനായിട്ട് കൊടുത്തേക്കാം. അതുപോലെ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ നീരിറക്കത്തിൻ്റെ ഇഷ്യൂ ഉള്ളവർ ആ വീഡിയോയും കൂടെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ നല്ല കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. നമ്മുടെ എണ്ണയിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പാർട്ടിക്കിൾസ് എല്ലാം അടിയിലേക്ക് സെറ്റിലായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഭാഗത്തൊക്കെ ഇതിനെ കൊറ്റൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെടുത്ത് കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് നല്ല മണൽ പോലെ കിട്ടുന്നതാണ്. ഈ സമയത്ത് നമ്മുടെ എണ്ണ കറക്റ്റ് പാകമായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. എണ്ണയുടെ പാകം തെറ്റിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഈ എണ്ണ ചൂടാറുമ്പോൾ അരിച്ചെടുക്കാം. അപ്പോൾ അരിച്ചെടുത്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ എണ്ണ ഞാൻ ഫിൽറ്റർ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു മണവും കളറുമാണ് ഈ എണ്ണയ്ക്ക്. ഒരു ഡാർക്ക് ഗ്രീനിഷ് കളർ എണ്ണയായിരിക്കും ഇത്. ഇനി ഈ എണ്ണ ഉപയോഗിക്കേണ്ട രീതി കൂടെ പറയാം. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഓയിലാണ്. അപ്പോൾ ഈ എണ്ണ യൂസ് ചെയ്യുമ്പോൾ രാവിലെ തന്നെ ഇട്ട് കുളിക്കാൻ ശ്രദ്ധിക്കുക. രാവിലെ ഒരു 30 മിനിറ്റ് നേരം ഇട്ട് നിന്നതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ തല കഴുകി കളയാവുന്നതാണ്. ഇനി മുടി വാഷ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു മൈൽഡ് ഷാമ്പൂ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് തരത്തിലുള്ള പ്രോഡക്റ്റ്സ് ആണെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ പറ്റുന്നത് ഡെയിലി തന്നെ അപ്ലൈ ചെയ്യുക. ഇനി ഡെയിലി അപ്ലൈ ചെയ്യാൻ പറ്റാത്തവർ ആഴ്ചയിൽ 3 തവണയെങ്കിലും അപ്ലൈ ചെയ്താലാണ് ഈ എണ്ണയുടെ പ്രോപ്പറായിട്ടുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടുക. ഈ തുമ്പനീര് പുറമേ മാത്രമല്ല അകത്തേക്കും നമുക്ക് കഴിക്കാവുന്നതാണ്. അതിനായിട്ട് നമുക്ക് തുമ്പക്കുറുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഒത്തിരി ഗുണങ്ങളുള്ള ഒന്നാണ്. നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് നിൽക്കാനും മുടി വളർച്ചയ്ക്കും അതുപോലെ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണിത്. ഈ കുറുക്കുണ്ടാക്കുന്ന വീഡിയോ ഞാൻ സജഷനായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും കൊടുത്തേക്കാം. അപ്പോൾ ഈ എണ്ണയൊക്കെ ഇട്ട് കുളിക്കുന്നതിനോടൊപ്പം തന്നെ തുമ്പയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുന്നതും വളരെ നല്ലതാണ്. തുമ്പയിട്ട് തിളപ്പിച്ച ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ നന്നായിട്ട് കൂടാനും അണുബാധകൾ ശരീരത്തിൽ ഏൽക്കാതിരിക്കാനും ഒക്കെ വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും കോവിഡൊക്കെ വളരെയധികം കൂടിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തുമ്പയൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു വെള്ളം തിളപ്പിച്ച് കുളിക്കുന്നത് നമ്മുടെ ബോഡിക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവർ കിട്ടാൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മളിന്ന് വീഡിയോയിൽ ഷെയർ ചെയ്ത ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.